गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ഓം. കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ച് ചിന്തിച്ചു. അക്കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെ സംബന്ധിച്ചും ദർശനങ്ങളെ സംബന്ധിച്ചും അല്പമൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രാവശ്യം ആദ്യത്തെ 2 ദിവസം ദൈവദശകം എന്നാണ് നിശ്ചയിച്ചു കാണുന്നത്. 2 ദിവസം കൊണ്ട് ദൈവദശകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അല്പം ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ പ്രഭാഷകന്റെ ഒരു സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ 3 സാധ്യം ചെയ്യാം. ഏതായാലും ഒരു പ്രഭാഷണം 1 മണിക്കൂർ സംശയ നിവാരണം എന്ന നിശ്ചിത രൂപത്തിൽ മാറ്റമില്ല. തുടക്കത്തിലെ അറിയിക്കുന്നു. ഏത് വിഷയത്തെ സംബന്ധിച്ചും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി ഉണ്ടാവും. അത്തരം സംശയ നിവാരണങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കൂടുതൽ ആവശ്യകരം. അത് തുടക്കത്തിൽ പറയട്ടെ. ശരി, നമുക്ക് ഏറെ മുഖപരിയൊന്നും ഇല്ലാതെ ദൈവദശകത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും അല്പം മലയാളത്തിന്റെ സ്വാധീനമുള്ള തമിഴ് ഭാഷയിലും ഈ 3 ഭാഷകളിലായി അവിടുന്ന് രചിച്ച കൃതികളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അതിഗഹനമായ വേദാന്ത ദർശനത്തെ അതിൻ്റെ തനിമയോടുകൂടി സംശുദ്ധമായ രീതിയിൽ പ്രതിപാദിക്കുന്ന വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളാണ് ഒരു വിഭാഗം. ആ വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളിൽ തന്നെ അതിനിഗൂഢമായ വൃത്തിജ്ഞാന പ്രക്രിയയെ വിശദീകരിക്കുന്ന അദ്വൈത ദീപിക നമ്മൾ ഒന്നാമത് എടുത്തു പറയേണ്ട കൃതിയാണ്. അതൊരു പ്രക്രിയാ ഗ്രന്ഥമാണ്. വേദാന്തത്തിലെ ഉയർന്ന പഠനത്തിന് വിനിയോഗിക്കേണ്ടുന്ന പ്രക്രിയാ ഗ്രന്ഥം. സാമാന്യമായി വേദാന്ത ദർശനം, ആ വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വീക്ഷണം, ഇവയെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചതാണ് ആത്മോപദേശ ശതകത്തിൽ. യോഗ സാധനയുടെ പരിപക്വ സ്ഥിതിയിൽ ക്രമേണ
ക്ഷണികമായി സമ്പാദിക്കപ്പെടുന്ന ചിത്തശുദ്ധിയിലൂടെ ഉയർന്ന് അദ്വൈത അനുഭൂതിയുടെ പരമമായ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്ന വിവിധ ഘട്ടങ്ങളെ ദശകങ്ങളായി അവതരിപ്പിച്ചതാണ് ദർശനമാലയിൽ. ഈ മൂന്നെണ്ണയുടെ പ്രൗഢഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം എടുത്തു പറയണം. ഇനി ഈ പ്രൗഢഗ്രന്ഥങ്ങളിലെ വേദാന്താശയങ്ങളെ സൂത്രഭാഷയിൽ ഗുരുദേവൻ വിരചിച്ചിട്ടുണ്ട്, വേദാന്ത സൂത്രം എന്ന പേരിൽ. ഇങ്ങനെയുള്ള അത്യന്ത പ്രൗഢതമങ്ങളായ വേദാന്ത ഗ്രന്ഥങ്ങൾ കൂടാതെ സുലളിതങ്ങളായ വേദാന്ത വിചാര ഗ്രന്ഥങ്ങളും ഗുരുദേവൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ദൈവദശകമൊക്കെ ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെയുള്ള വേദാന്ത ഗ്രന്ഥങ്ങൾ ഒരു ഭാഗത്ത് തീർത്തും ധർമ്മത്തെ ബോധിപ്പിക്കുന്ന, എന്താണ് ധർമ്മം, ധർമ്മത്തിന്റെ സനാതനവും കാലികവുമായ വിശേഷതകൾ എന്തൊക്കെയാണ്, ഇവയെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. ഗുരുദേവൻ സ്വയം വിരചിച്ച ഗ്രന്ഥങ്ങളും ഗുരുദേവൻ പറഞ്ഞുകൊടുത്ത് ശിഷ്യന്മാർ എഴുതിയെടുത്ത ഗ്രന്ഥങ്ങളും. രണ്ടാം വിഭാഗത്തിൽ ഏറ്റവും പ്രധാനമാണ് ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒന്നാം തരം സ്മൃതി ഗ്രന്ഥം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ശ്രീനാരായണ ധർമ്മം. ഏവരും പഠിച്ചിരിക്കേണ്ടതാണ്. അതുകൂടാതെ സ്വയം ഗുരുദേവൻ തന്നെ വിരചിച്ച ധർമ്മം തുടങ്ങി അനുകമ്പാദശകം, അതുപോലെ ധർമ്മനിർണയം, സദാചാരം, ഒരുപാട് കൃതികൾ വേറെയുണ്ട്. ഇനി മൂന്നാമതൊരു വിഭാഗം കൃതികൾ വ്യത്യസ്ത ദേവീ ദേവന്മാരെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളാണ്. ശിവപരമായും കൃഷ്ണപരമായും ശക്തിപരമായും ഒക്കെയുള്ള, സുബ്രഹ്മണ്യപരമായും ഒക്കെയുള്ള കീർത്തനങ്ങൾ. ഈ കീർത്തനങ്ങളിലൂടെ നമ്മളൊന്ന് എത്തി നോക്കുമ്പോൾ ഭഗവാൻ ഭാഷ്യകാരന്റെ ശങ്കരാചാര്യസ്വാമികളുടെ കീർത്തനങ്ങളുമായി വളരെ നമുക്കൊരു സമാനത മനസ്സിലാക്കാൻ കഴിയുന്ന ആശയം, ഏത് ദേവനെയോ ദേവിയെയോ സ്തുതിക്കുകയാവട്ടെ, അതെല്ലാം ചെന്ന് പര്യവസാനിക്കുന്നത് അദ്വൈതത്തിലാണ്. അത് ശങ്കര കൃതികളിലും ഗുരുദേവ കൃതികളിലും ഒരുപോലെയാണ്. അത്ഭുതകരമായ സമാനതയാണ്. വ്യത്യസ്ത ദേവന്മാരെയും ദേവിയൊക്കെ സ്തുതിക്കുകയായിരിക്കും, പക്ഷെ എല്ലാം ചെന്ന് പര്യവസാനിക്കുന്നത് അല്ലെങ്കിൽ സമന്വയിക്കുന്നത് അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക്, അദ്വൈത ദർശനത്തിലേക്കാണ്. അതുപോലെ തന്നെ അവിടുത്തെ കൃതികളെ, ബ്രഹ്മവിദ്യാ പഞ്ചകം തുടങ്ങിയ ശുദ്ധ സംസ്കൃത ഭാഷയിലുള്ള കൃതികൾ, ഇനി മലയാളത്തിൽ വിരചിക്കപ്പെട്ട കൃതികൾ നമ്മൾ സംസ്കൃതത്തിലേക്ക് ഭാഷാന്തരം ചെയ്തു എന്ന് വയ്ക്കുക. ശാങ്കര കൃതികളുടെ കൂട്ടത്തിൽ വെച്ചാൽ ഒരാൾക്കും വേർതിരിക്കാനാവില്ല. അത്ര അദ്വൈത ദർശനപരങ്ങളാണ് ഗുരുദേവ കൃതികൾ ഓരോന്നും. ഏതായാലും അത്തരം കൃതികളുടെ മൊത്തം വിചാരത്തിലേക്ക് ചെറിയൊരു സൂചന മാത്രം നമുക്ക് ഈ ദൈവദശക പഠനത്തിലൂടെ നേടാൻ ശ്രമിക്കാം. വിസ്തരിച്ച വ്യാഖ്യാനം സാധ്യമല്ല. ഒരു 20 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് സാമാന്യം ഒന്ന് വ്യാഖ്യാനിക്കാം ദൈവദശകം. ഇവിടെ അതില്ലല്ലോ. 2 മണിക്കൂറുകൊണ്ട് എന്താ സാധിക്കുകയെന്ന് അറിയില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് എത്തി നോക്കാം. ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും പാരായണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും ഏതൊരു ഗായകനും ഗാനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും
ഏതൊരു ജിജ്ഞാസുവിനും വിചാരം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലും ഏതൊരു വിജ്ഞാനിക്കും സ്വാനുഭൂതിയെ പ്രകാശിപ്പിക്കുന്നതിന് അനുസന്ധാനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും ഒക്കെയുള്ള ഒരു കൃതിയാണ് ദൈവദശകം. ഏത് തലത്തിലാണോ നമ്മൾ സമീപിക്കുന്നത് ആ തലത്തിൽ അതിനെ കാണാനാകും. ഏതായാലും നമുക്ക് ആ ഗ്രന്ഥത്തിലേക്ക് അല്പം ഒന്ന് പ്രവേശിക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ദശകമാണ്. ദശകം എന്ന് പറഞ്ഞാൽ ദശം ഉള്ളത്, ദശം എന്തിലുണ്ടോ അത്, 10 എന്തിലുണ്ടോ അത്. അതായത് 10 ശ്ലോകങ്ങളിൽ നിബന്ധിക്കപ്പെട്ടത്. 10 ശ്ലോകങ്ങളിൽ നിബന്ധിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിന്റെ പേര് ദശകം. എന്ത് ദശകമാണിത്? ദൈവദശകമാണിത്. ദൈവത്തെ സംബന്ധിക്കുന്ന ദശകമാണ്. എന്നല്ല, ഈ കൃതിയുടെ ആദ്യ ശബ്ദം ദൈവശബ്ദമാണ്. ആദ്യ ശബ്ദം ദൈവശബ്ദമാണ്. അതുകൊണ്ട് ദൈവദശകം. ഇതിന്റെ മൊത്തം പ്രതിപാദ്യം ദൈവതത്വ വിചാരമായതുകൊണ്ട് ദൈവദശകം. എന്താണ് ദൈവശബ്ദം കൊണ്ട് നാം ഗ്രഹിക്കേണ്ടത്? നോക്കൂ, ദേവ എന്നും ദൈവ എന്നും സമാനാർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശബ്ദങ്ങളാണ്. ദേവശബ്ദത്തെ സ്വാർത്ഥത്തിൽ അണു ചേർത്ത് കഴിഞ്ഞാൽ ദൈവ എന്നാക്കി മാറ്റാം. അർത്ഥഭേദം വരാതെ ശബ്ദഭേദം വരുത്താനുള്ള ഒരു പ്രത്യയമാണ് ആണ് പ്രത്യയം. അപ്പോ ദേവശബ്ദത്തിന് എന്താണോ അർത്ഥം അതേ അർത്ഥമാണ് ദൈവശബ്ദത്തിന്. ദേവശബ്ദത്തിന് കൂടെ സ്വാർത്ഥത്തിൽ അണു വന്നാൽ ദൈവമാവും. ഇതിലധികം വ്യാകരണ വശങ്ങളിലേക്ക് ഇപ്പൊ കടക്കണില്ല, സൂചിപ്പിച്ചു മാത്രം. അപ്പൊ എന്താണ് ദൈവശബ്ദത്തിന് അർത്ഥം എന്ന് ചോദിച്ചാൽ എന്താണോ ദേവശബ്ദത്തിന്റെ അർത്ഥം അത് തന്നെ എന്നാ മറുപടി. അപ്പൊ ചോദ്യം, എന്താ ദേവശബ്ദത്തിന്റെ അർത്ഥം? നിരുക്തകാരൻ യാസ്ക മഹർഷി വ്യക്തമായി പറഞ്ഞു തരും. ദ്യോതനാദുവ ദീപനാദുവ ദാനാദുവ ദിവിഭവോവ ദേവ. 4 അർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന് വേദശബ്ദങ്ങളുടെ അർത്ഥത്തെ ഉപദേശിക്കുന്ന യാസ്ക മഹർഷി നിർദ്ദേശിക്കുന്നത്. 1, ദ്യോതന വാ, ദ്യോതനം കൊണ്ടും, ദീപനാദ് വാ, ദീപനം കൊണ്ടും, ദാനാദ് വാ, ദാനം കൊണ്ടും, ദിവിഭവോ വാ, ദ്യോവിൽ ഭവിച്ചവൻ എന്നതുകൊണ്ടും ദേവൻ എന്ന് പറയാം എന്നാണ് യാസ്കന്റെ വാക്യത്തിന്റെ അർത്ഥം. അതായത് പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ ആണ്. ദ്യോതിപ്പിക്കുന്നത് കൊണ്ട് ദേവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ ദേവൻ. എന്തിനെ പ്രകാശിപ്പിക്കുന്നവൻ? എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ. ഉപനിഷത്തിൽ തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. അതിന്റെ പ്രകാശത്താൽ എല്ലാം അനുപ്രകാശിക്കുന്നു. അതിന്റെ പ്രകാശത്താൽ എല്ലാം അനുപ്രകാശിക്കുന്നു. തസ്യ ഭാഷ സർവമിതം വിഭാതി. അതിന്റെ പ്രകാശം കൊണ്ട് ഇതെല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് നമ്മൾ എന്തിനെ പറയുന്നുണ്ടോ അതിന്റെ എല്ലാം പിന്നിലുള്ള ഉണ്മ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്ന സത്തയ്ക്കാണ് നമ്മൾ ദ്യോതിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ദേവശബ്ദം വിനിയോഗിക്കുക. വളരെ ശ്രദ്ധേയമായൊരു മന്ത്രം സംഹിതയിലും ആരണ്യകത്തിലും ഉപനിഷത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. സംഹിതയിലും ആരണ്യകത്തിലും ഉപനിഷത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഏന സൂര്യസ്തപതി തേജസേദ്ധോ നാ വേദവിൻ മനുദേ തം ബൃഹന്തം എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണിത്.
ഏന സൂര്യസ്തപതി തേജസിദ്ധഃ നാ വേദവിന്മനുതേ തം ബൃഹന്തം. എന്തിനാലാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ചോദിക്കുകയാണ് നമ്മളോട്. ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നു നമ്മൾ പറയുന്നു. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രകാശകമായ പ്രതിഭാസം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, അതിന് ശാസ്ത്രകാരന്മാർ എന്ത് പേരോ പറയട്ടെ. പക്ഷെ പ്രകാശകമായ ഒരു പ്രതിഭാസം പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പ്രകാശിക്കുന്നത്. എന്താണ് ആ പ്രതിഭാസത്തിന് പിന്നിലുള്ള നിയമം, തത്വം? ഏന സൂര്യസ്തപതി തേജസേദ്ധഃ ഏന തേജസ ഇദ്ധഃ. യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണോ സൂര്യ തപതി, സൂര്യൻ തപിക്കുന്നത്, നാ വേദവിന്മനുതേ തം ബൃഹന്തം. ആ ബൃഹത് സ്വരൂപനെ വേദം അറിയാത്തവൻ അറിയില്ല എന്നാണ് മന്ത്രം. എന്താ താല്പര്യം? വേദജ്ഞൻ അതിനെ അറിയുന്നു എന്ന്. ആ പരമമായ സത്യസ്വരൂപനെ, സർവജഗത് അധിഷ്ഠാനമായിരിക്കുന്ന തത്വത്തെ, സർവപ്രകാശകമായ തത്വത്തെ ദേവശബ്ദം കൊണ്ട് നമ്മൾ പറയും. അതാണ് ദ്യോതനാദ് ദേവ. സാന്ദർഭികമായി പറയട്ടെ, യാസ്ക മഹർഷി പറഞ്ഞ 4 അർത്ഥങ്ങൾ ഇവിടെ പറഞ്ഞുവെങ്കിലും ഭഗവാൻ ഭാഷ്യകാരന്, ശങ്കരാചാര്യ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അർത്ഥം ഇതാന്ന് തോന്നുന്നു. കാരണം ഭാഷ്യത്തിലുടനീളം ദേവശബ്ദത്തിന് ദ്യോതനാദ് ദേവ എന്നാണ് ഭാഷ്യകാരൻ കൊടുക്കുന്ന അർത്ഥം. ദ്യോതിപ്പിക്കുന്നത് കൊണ്ടാണ് ദേവൻ എന്ന്, അപ്പൊ പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥം. യാസ്കൻ പറയുന്ന രണ്ടാമത്തെ അർത്ഥം സ്വതസിദ്ധമാണ്. ദീപനാദുവ, പ്രകാശിക്കുന്നത് കൊണ്ട് ദേവൻ. പ്രകാശിക്കുന്നവനല്ലേ പ്രകാശിപ്പിക്കാൻ കഴിയൂ? പ്രകാശസ്വരൂപനല്ലേ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയൂ? ഇപ്പൊ സ്വയം പ്രകാശിക്കുന്നവനാരോ അവൻ ദേവൻ. 3 ദാനാദ്വാ ദേവ, ദാനം കൊണ്ട് ദേവൻ. എല്ലാത്തിനും എല്ലാ മഹിമയെയും ദാനം ചെയ്തവനാര്? ഒരു വളരെ പഴയ ഒരു വാക്യമുണ്ട്. പഴയ വാക്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മളെ നാട്ടിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഐൻസ്റ്റീന് മുമ്പുള്ള സയൻസ് കക്ഷത്തിൽ ഒരുക്കി നടക്കുന്ന യുക്തിവാദികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. യുക്തിവാദത്തെ നമ്മൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. യുക്തിവാദം വേണം, യുക്തിവാദമാണ് എപ്പോഴും വേണ്ടത് എന്നുള്ള പക്ഷമാണ് ഓരോ വേദാന്തിക്കും. പക്ഷെ ഐൻസ്റ്റീന് മുമ്പുള്ള സയൻസും പിടിച്ച് നടക്കുന്ന യുക്തിവാദികൾ നമ്മളാ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാലും മരുന്നിന് മാത്രവും വിഷത്തിന് മാത്രവും ഒക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും. കുറച്ചൊക്കെ അവർ പണ്ടേ പറയുന്ന ഒരു വാദം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നാള് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ രണ്ടും ഒരു വിഷയത്തിൽ ഐക്യമുള്ളവരാ. അതെന്താ സ്വാമി ഐക്യം? ഇതിന് സന്തോഷം. നമ്മൾ രണ്ടും പഴയ വർത്താനാ പറയണത്. എനിക്ക് പുതിയൊന്നും പറയാൻ അറിയില്ല. പണ്ട് അനാദികാലമായ ആചാര്യന്മാര് പറഞ്ഞതിനെ ഓരോ പ്രദേശത്തും ഭാഷയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പറയാന്നല്ലാതെ കണ്ട് പുതുതായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അതുപോലെ നിങ്ങൾക്കും പുതിയൊന്നും പറയാനില്ല. ഈ കാര്യത്തിൽ നമ്മൾ രണ്ടും ഐക്യാണ് എന്ന് പറഞ്ഞു. അതൊന്നും കൂടി വിസ്തരിച്ച് കൽപ്പിച്ചപ്പോ അത് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സംഗതി സത്യമാണ് അവൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ബാക്കി ആളെയും പേരും ഇവരൊന്നും വെളിപ്പെടുത്തുന്നില്ല. പ്രസിദ്ധനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. നമുക്കൊരു ദൂഷണം എന്നുള്ള ഉദ്ദേശമില്ല. നമുക്ക് ഏത് ദൂഷണം നമ്മൾ ചെയ്യുന്നതും തത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ സഹായിക്കാൻ മാത്രമാണ്. ഇത് പറയാൻ കാരണം, ഇവര് ദൈവം, ദേവൻ, ദൈവവിശ്വാസം, ഭക്തി എന്നൊക്കെ പറയുമ്പോൾ ഒട്ടനെ പറയുന്ന വ്യാഖ്യാനം അതാണ് പഴയതെന്ന് പറഞ്ഞത്. ഈ പ്രകൃതി ശക്തികളെ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ പല ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഇടിമിന്നല് കണ്ടും കേട്ടും, പേമാരി അനുഭവിച്ച്, കൊടുങ്കാറ്റ് അനുഭവിച്ച്, ഉരുൾപൊട്ടൽ അനുഭവിച്ച് എന്ന് വേണ്ട പ്രകൃതിയിലെ പലവിധ പ്രതിഭാസങ്ങളെ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ തനിക്ക് ഉപരിയുള്ള ഒരു ശക്തിവിശേഷത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഭക്തി ആവിർഭവിക്കുന്നത്. അപ്പൊ ദൈവം എന്നൊരു സങ്കല്പം തന്നെ വരുന്നത് മനുഷ്യന്റെ ഭയപ്പാടിൽ നിന്നാണ് എന്നാണ് ഈ പണ്ടേ പ്രസംഗിച്ചു പോരുന്നതും ഇന്നും ആവർത്തിച്ചു പോരുന്നതും. നാരദ മഹർഷി
തന്റെ ഭക്തിസൂത്രത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ എന്ന്. നാരദന്റെ ശിവാനുശാസനം എന്ന പ്രസിദ്ധമായ ഭക്തിസൂത്രത്തിലെ ചെറിയൊരു സൂത്രമായി പറഞ്ഞത്, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. ഭക്തി ഉണ്ടാവുന്നതിന് ജ്ഞാനമാണ് സാധനം എന്നാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായം എന്ന്. ഇപ്പൊ ചില ആചാര്യന്മാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തനിക്കും അത് സമ്മതമാണെന്ന് അർത്ഥം. കാരണം തനിക്ക് സമ്മതമല്ലാത്തത് ഒരാചാര്യനും ഉദ്ധരിക്കില്ല. അഥവാ ഉദ്ധരിച്ചാൽ തൊട്ടടുത്ത് തന്നെ അതിനെ എതിർക്കും. ഇതാണ് ശാസ്ത്ര സമ്പ്രദായം. അങ്ങനെ എതിർത്തിട്ടില്ല നാരദൻ ഇതിനെ, ഈ പറഞ്ഞ പക്ഷത്തെ. അതുകൊണ്ട് ഈ പറഞ്ഞ പക്ഷം നാരദനും സ്വീകാര്യമാണ്. എന്താ പക്ഷം? തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. ഭക്തി ഉണ്ടാകുന്നതിന് ജ്ഞാനം സാധനമാണ് എന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു എന്ന്. അതായത് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന നമ്മൾ അത്ഭുതകരമായൊരു പാരസ്പര്യത്തെ ഇവിടെ കാണുന്നു. അത്യത്ഭുതകരമായൊരു നിയമത്തെ നമ്മൾ ഇവിടെ കാണുന്നു. വ്യത്യസ്ത ഘടകങ്ങളെ ചേരുമ്പടി ചേർത്ത് വെച്ച് ഇതിനെ മുഴുവൻ ക്രമീകരിച്ച് നിലനിർത്തുന്ന ഒരു നിയമവ്യവസ്ഥയെ നാം കാണുന്നു. വൈവിധ്യപൂർണങ്ങളായ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായ ഉണ്മയാകുന്ന കാരണത്തെ കാണുന്നു. ഒരു വ്യക്തി ശരീരത്തിലേക്ക് നോക്കിയാലും ഒരണു കണത്തിലേക്ക് നോക്കിയാലും ഈ സമഷ്ടി പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലും അത്യത്ഭുതകരമായ ഒരു നിയമവ്യവസ്ഥയെ നമ്മൾ കാണുന്നു. വ്യത്യസ്ത ഘടകങ്ങളെ ചേർത്ത് കോർത്ത് ഒന്നായി നിർത്തുന്ന ഒരു നിയമക്രമത്തെ കാണുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള അമേയമായ ശക്തിവിശേഷത്തെ, ഇതിന്റെ പിന്നിലുള്ള അമേയമായ നിയാമകത്വത്തെ നമ്മൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലാതെ ഭയത്തിൽ നിന്നല്ല ഭക്തി, തിരിച്ചറിവിൽ നിന്നാണ് ഭക്തി എന്ന് നാരദ മഹർഷി പറയും. ഇവിടെ ദാനാദ്വാ, ദാനം ചെയ്യുന്നത് കൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ഘടകങ്ങൾക്കും എല്ലാ മഹത്വത്തെയും ദാനം ചെയ്തിട്ടുള്ളവനാര്? എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ. ദൈവം എന്ന് വിളിക്കാൻ മടിയുള്ളവർ ദൈവം എന്ന് വിളിക്കണ്ട. പക്ഷേ എന്തെങ്കിലും ഒരു പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവത്തിൽ ആ ഒരു തത്വത്തെ അംഗീകരിച്ചേ മതിയാവൂ ബുദ്ധിയുള്ളവർക്ക്. അസ്തിയേവ യശ്ചിത് അപാരശക്തി യസ്യേച്ഛയാ വർത്തതയേവ വിശ്വം എന്ന് ആചാര്യന്മാര് പറഞ്ഞു. യാതൊരു ശക്തിവിശേഷത്തിന്റെ ഇച്ഛയാലാണോ ഇതെല്ലാം നടക്കുന്നത്? അങ്ങനെയൊന്നുണ്ട്. ഈശ്വരവിശ്വാസികൾ ഈശ്വരനെ വിളിക്കും, ഇല്ലാത്തവർ വിളിക്കേണ്ട. നമുക്ക് യാതൊരു നിർബന്ധമില്ല ദൈവത്തിന് ഇന്ന പേര് വിളിച്ചോളണമെന്നോ, ഇന്ന പേരിൽ വിളിക്കപ്പെടുന്ന ദൈവമേ ദൈവമുള്ളൂന്നോ, ആ പേരിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ ഈ പേരിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് താല്പര്യമില്ല. എന്തു പേര് വിളിച്ചാലും തിരക്കില്ല, അത് മതി. പക്ഷെ അതിനെ നിരസിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. ഇതാണ് ദാനാദ്വാ, ദാനം കൊണ്ടും ദേവൻ. ദിവിഭവോവാ, യാസ്ക നാലാമത് പറയുന്നത് ദിവിഭവോവ എന്നാണ്. ദ്യോവിൽ ഭവിച്ചവൻ, ദ്യോവിൽ ഭവിക്കുന്നവൻ. ദ്യോവിൽ ഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്. അസ്മിൻ ബ്രഹ്മപുരേ ദഹരഃ പുണ്ഡരീകഃ തസ്മിൻ ദഹരഃ ആകാശഃ തസ്മിൻ യത് തദന്വേഷ്ടവ്യം. ഇതൊരു മന്ത്രമാണ്. അസ്മിൻ ബ്രഹ്മപുരേ, ഈ ബ്രഹ്മപുരത്തിൽ, ഒരു ബ്രഹ്മപുരം എന്നൊരു പുരമുണ്ട്, ഒരു പട്ടണം. പട്ടണത്തിന്റെ പേരാണ് ബ്രഹ്മപുരം. ഏതാണ്ട് ചിന്തിച്ചോളൂ. ഈ ബ്രഹ്മപുരാണത്തിൽ ദഹരമായ വളരെ ചെറിയ ഒരു താമരയുണ്ട്. പുണ്ഡരീകം, ഒരു താമരയുടെ മൊട്ട്. അതിനുള്ളിൽ വളരെ ചെറിയ ഒരാകാശമുണ്ട്. അതിൽ എന്താ ഉള്ളത് എന്ന് അന്വേഷിച്ചോളൂ എന്നാ പറയണത്. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രഹ്മപുരം എന്ന് പറഞ്ഞത് ശരീരത്തെയാണ്. വളരെ ചെറിയൊരു താമരയുടെ മൊട്ടെന്ന് പറഞ്ഞത് ഹൃദ്ദേശത്തെയാണ്. അതിൽ ചിത്തമെന്ന് നമ്മൾ കൽപ്പിക്കുന്ന അന്തഃകരണത്തിന്റെ അത് നിഗൂഢ തലത്തെയാണ് സൂക്ഷ്മമായ ആകാശം എന്ന് പറഞ്ഞത്. അതിലെന്താ ഉള്ളത് എന്ന് അന്വേഷിച്ചോളൂ എന്നാണ് ഉപനിഷത്ത് പറയണത്.
ആ അന്വേഷണമാണ് ആത്മീയ സാധന. അപ്പോ ആകാശത്തിൽ ഭവിക്കുന്നവൻ, ആകാശത്തിൽ വസിക്കുന്നവൻ ദേവൻ, ഇങ്ങനെയൊക്കെ ദേവശബ്ദത്തിന് അർത്ഥം. ഈ ദൈവത്തെ സംബന്ധിക്കുന്ന, ദേവനും ദൈവവും തന്നെ നേരത്തെ പറഞ്ഞു, ഈ ദൈവത്തെ സംബന്ധിക്കുന്ന 10 ശ്ലോകങ്ങൾ ലളിത സുന്ദരങ്ങളായ, അതേ സമയത്ത് ക്രമികമായി ചിന്തിച്ചു പോയാൽ നിഗൂഢമായ വേദാന്ത തത്വത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ക്രമത്തിൽ ഗുരുദേവൻ വിരചിച്ചതും അവിടെ താൻ പരിപാലിച്ചു പോന്ന കൊച്ചു മക്കളെ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ച് വിരചിച്ചതും ആയ കൃതിയാണ് ഈ ദൈവ ദശകം. ഏറെ മുഖവുര ആവശ്യമില്ല, നമുക്കങ്ങ് പ്രവേശിക്കാം. ഒന്നാമത്തെ ശ്ലോകം നേരത്തെ സൂചിപ്പിച്ചു. പാടാൻ കഴിവുള്ളവർക്ക് സുന്ദരമായി പാടാൻ കഴിയുന്നതാ പറഞ്ഞു. നമ്മൾ പാടിയാൽ നിങ്ങളൊക്കെ അവിടെ നിന്ന് ഓടിയിട്ട് ഈ പ്രദേശത്ത് എവിടെ നിൽക്കില്ല. അവിടെ നമുക്ക് പറയാനേ ഒക്കൂ, പാടാൻ കഴിയില്ല. പാടാൻ കഴിയുന്നവർ സുന്ദരമായിട്ട് ഇത് പാടി കേൾപ്പിക്കും. പക്ഷെ ഈ പാടി കേൾപ്പിക്കുന്നവർ ചിലരൊക്കെ പാടുമ്പോൾ ഈ അക്ഷരങ്ങളെയൊക്കെ വല്ലാതെ കൊല്ലുന്നത് സഹിക്കാൻ പറ്റാത്തൊരു ഒരു വിഷമാണ് ഇപ്പം അത്. അങ്ങനെ ഉണ്ട്. ചില കാസറ്റുകളിലൊക്കെ ഇത് പാടി കേട്ടിട്ടുണ്ട്. വിക്കല്ലമായിട്ട് ദീർഘം വേണ്ടെടുത്ത ഹ്രസ്വം, ഹ്രസ്വം വേണ്ടെടുത്ത ദീർഘം, ഇതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രയാസം തോന്നും. ഒരാൾക്ക് ദേഷ്യം അല്ലാതെ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ വലിയൊരു പ്രയാസമില്ല. പക്ഷെ ഉച്ചാരണം വികലമാക്കി ചെയ്യണത് കേൾക്കുമ്പോൾ എന്തോ ഒരു സഹിയായ വരും. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു സൂക്കേടുണ്ട്. അതുകൊണ്ട് ഇത് പാടുന്നവരോടും പറയാനുള്ളത്, അത് ശുദ്ധമായിട്ട് ഹ്രസ്വദീർഘ പ്ലുതങ്ങളെയൊക്കെ, പ്ലുതയില്ല, ഹ്രസ്വദീർഘങ്ങളെയൊക്കെ ശരിക്ക് ക്രമീകരിച്ചിട്ട് ഉച്ചാരണ ശുദ്ധിയോടുകൂടി നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഇത് പറഞ്ഞ് ചൊല്ലി പഠിച്ച് മുന്നോട്ട് പോവാം. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം. നാമത്തെ ശ്ലോകം സുലളിതം സുന്ദരം. ദൈവമേ വിളിക്കുക. അർത്ഥം വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നേരം പറഞ്ഞത് ദൈവശബ്ദത്തിന്റെ അർത്ഥമാണ്. അങ്ങനെയല്ലയോ ദൈവമേ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്നാമത്തെ ശ്ലോകം ഒരു പ്രാർത്ഥനയാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ഒന്നാം ശ്ലോകം എല്ലാം പ്രാർത്ഥനയെന്ന് പറയരുതേ, മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയൊക്കെയാണ്ട് കൂടുന്നുണ്ട്. ഒന്നാം ശ്ലോകം പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കാത്തുകൊള്ളുക, കാത്തുകൊള്ളുക. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? കാത്തുകൊള്ളുക. കാക്കണം. മനസ്സിലായില്ല? എന്തിനു കാക്കണം? എവിടുന്ന് കാക്കണം? എങ്ങനെ കാക്കണം? അപ്പോഴാ പറയണത് കൈവിടാതിങ്ങി ഞങ്ങളെ, കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. ഇവിടെ അങ്ങ് ഇങ്ങ് എന്നൊരു ദ്വന്ദ്വം വന്നോണ്ടാ പ്രാർത്ഥിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ അങ്ങ് ഇങ്ങ് എന്നുള്ള ദ്വന്ദ്വം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്, ഗുരുദേവന് വേണ്ടിയിട്ടല്ല. അത് ശ്രദ്ധിക്കണം. അപാര കൃപാവാരിധികളായ മഹാത്മാക്കള് ഗ്രന്ഥരചനകളെ ചെയ്യുന്നത് സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനാണ്, അല്ലാതെ തനിക്ക് വേണ്ടിയിട്ടല്ല. കാരണം അദ്വൈതനിഷ്ഠനായ ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് അങ്ങ് ഇങ്ങ് എന്നുള്ള വ്യത്യാസമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാത്മാക്കള് ഏത് തലത്തിൽപ്പെട്ട വ്യക്തിയോട് സംവദിക്കുന്നുവോ ആ തലത്തിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്ന് അവരുടെ തലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഉപദേശാദികളെ ചെയ്യുന്നത്. ഇവിടെ ഈ കീർത്തനം, ഈ പ്രാർത്ഥന ഈശ്വരനെ തന്നിൽ നിന്ന് ഭിന്നമായി, തന്നാൽ ഉപാസ്യനായി കാണുന്ന തലത്തിലാണ് ഈ ഒരു ശ്ലോകം വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ തലമൊക്കെ മാറും. സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും
സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടി സാധനവും എല്ലാം ഏകമെന്നുള്ള അദ്വൈത പ്രജ്ഞയിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉയരും. പക്ഷെ ഈ തലത്തിൽ, ഈ ആരംഭത്തിൽ എപ്പോഴും തന്നെ നയിച്ചുകൊണ്ട്, തന്നെ നിയമിച്ചുകൊണ്ട് വർത്തിക്കുന്ന ഒരു ഈശ്വരഭാവത്തെ കണ്ടുപാസിക്കുന്ന തലമാണിത്. അതുകൊണ്ടാണ് അങ്ങ് എന്ന് സംബോധന ചെയ്തത്. അല്ലയോ ദൈവമേ, അങ്ങ് കാത്തുകൊള്ളുക, ഞങ്ങളെ കാത്തു പരിരക്ഷിക്കണമേ. എങ്ങനെ? കൈവിടാതെ. ഇവിടെ വലിയൊരർത്ഥമുണ്ട്. അതായത് പലപ്പോഴും പല ആചാര്യന്മാരും ശാസ്ത്രവ്യാഖ്യാനങ്ങളിൽ ഭക്തിയുടെ പല തലങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കുന്ന സന്ദർഭത്തിൽ സാധകന്റെ പ്രപത്തിയെ അല്ലെങ്കിൽ അനന്യഭാവത്തോടുകൂടിയുള്ള ഈശ്വരനുള്ള സമാശ്രയത്വത്തെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കേട്ടൊരു ദൃഷ്ടാന്തമുണ്ട്. അത് ഈ പൂച്ച കുഞ്ഞിൻ്റെയും ഈ കൊരങ്ങൻ കുഞ്ഞിൻ്റെയും ദൃഷ്ടാന്തമാണ്. കുരങ്ങൻ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ അമ്മ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, കുഞ്ഞ് അങ്ങോട്ട് കയറി പിടിക്കുക ചെയ്യാം. കുഞ്ഞ് തള്ളയെ കയറി അങ്ങോട്ട് പിടിക്കും. ഈ അമ്മ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ചാടി വേഗത്തിൽ അങ്ങനെ ഓടിപ്പോവുകയും ചെയ്യും. കുഞ്ഞുണ്ടാവും അടിഭാഗത്ത്. അതാണ് ഒരു ദൃഷ്ടാന്തം. മറ്റൊന്ന് പൂച്ച തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ദൃഷ്ടാന്തമാണ്. പൂച്ചയുടെ വിഷയത്തിൽ കുഞ്ഞിനൊന്നും അറിയണ്ട, കുഞ്ഞ് തള്ളയെ കയറി പിടിക്കുകയും വേണ്ട, തള്ള കുഞ്ഞിനെ കടിച്ചു കൊണ്ടുപോയിക്കോളും. ഈ ദൃഷ്ടാന്തം പല ആചാര്യന്മാരും പറഞ്ഞ് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് കണ്ട സമയത്ത് ഈ ആചാര്യന്മാരുടെ കേട്ട ഒരു മുഴുവൻ ഓർമ്മയും നമ്മളിലൂടെ ഇങ്ങനെയാണ്ട് കടന്നു പോവുകയുണ്ടായി. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു ഓർമ്മയാണ്. ഒരു 22 കൊല്ലായി. ഒരു സ്ഥലത്ത് ഇരിക്കണ സമയത്ത് വളരെ ഉയർന്ന ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് ഒരു തള്ളക്കുരമി ചാടുന്നു. നമ്മൾ കണ്ടു. എങ്ങനെയാണെന്നറിയില്ല, ഈ ചാടുന്ന സന്ദർഭത്തിൽ ഈ കുഞ്ഞിന്റെ പിടി വിട്ടുപോയി. വളരെ ഉയരത്തുനിന്ന് കുഞ്ഞ് താഴത്തേക്ക് വീഴുന്നു. വീണ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്താണ്. പാറയിൽ വീണ് പൊട്ടിച്ചെതറി അത് മരിച്ചു. ഇത് കഥയല്ല, കണ്ടതാണ്. ഓ, വല്ലാത്തൊരു കാഴ്ച. ഈ തള്ള അവിടുന്ന് ഓടി ഇറങ്ങി വരികയാണ്. വന്ന് ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനരികെ ഇരുന്ന് കുറെ നേരം ഈ നെഞ്ചിലെ രോമങ്ങളിൽ പിടിച്ച് പറച്ച് കരഞ്ഞു. മനുഷ്യന്മാരൊക്കെ നെഞ്ചത്ത് അടിച്ചു കരയുന്നത് പോലെ ഇതിങ്ങനെ രോമങ്ങൾ പിടിച്ച് പറച്ചിട്ട് കരയുകയാണ്. കുറേ നേരം കരഞ്ഞു, പിന്നെ അതങ്ങ് പോയി. ഈ കാഴ്ച നമ്മൾ കണ്ടു. ശ്രദ്ധിക്കുക, ഇവിടെ ഗുരുദേവൻ വ്യക്തമായും ഈ കുരങ്ങിനെ പോലെയുള്ള പിടുത്തല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് അങ്ങ് ഞങ്ങളെ പിടിച്ചോളണം എന്നാ പറയുന്നത്. കൈവിടാതെ ഇന്ന് നീ കാത്തുകൊള്ളണം, നീ ഞങ്ങളെ കാത്തുകൊള്ളണം. അങ്ങോട്ട് കയറി പിടിക്കാനുള്ള കരുത്ത് എനിക്ക് ആയിട്ടില്ല. അങ്ങോട്ട് കയറി പിടിക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ വളരെ ലളിതമായിട്ടൊരു ദൃഷ്ടാന്തം പറയാറുണ്ട്. വയൽവരമ്പിലൂടെ നടക്കുന്ന സമയത്ത് അച്ഛൻ കുഞ്ഞിന്റെ കൈ പിടിച്ചാൽ പേടിക്കാനൊന്നുമില്ല. പക്ഷെ കുഞ്ഞ് അച്ഛന്റെ കൈ പിടിച്ചാൽ ചിലപ്പോൾ തട്ടിക്കടഞ്ഞ് വീണു വരും. രാമകൃഷ്ണ പരമഹംസർ പറയുന്നൊരു ദൃഷ്ടാന്തമാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. ബലിഷ്ഠമായ അച്ഛന്റെ കൈകളിൽ സുരക്ഷിതമാണ് കുഞ്ഞിന്റെ ഗതി. പക്ഷെ കുഞ്ഞ് അങ്ങോട്ട് കയറി പിടിച്ചാലോ മൃദുലമായി അതിന്റെ പിടി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്താ? ഞാൻ നിന്നെ കയറി പിടിച്ചോളാം എന്നല്ല, നീ എന്നെ നല്ലോണം പിടിച്ചോളാം എന്നാ. അതാണ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണേ, കൈവിടരുതേ, അങ്ങ് ഞങ്ങളെ മുറുക്കി പിടിച്ച് എന്നെ മുറുക്കി പിടിച്ചോളണം, ഞങ്ങളെ മുറുക്കി പിടിച്ചോളണം. അതെന്താ കാരണം? അത്രയ്ക്കധികം പ്രലോഭനങ്ങൾ നിറഞ്ഞ ചുറ്റുപാടാണ്. അധർമ്മത്തിൻ്റെ അസത്യത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് ശക്തിവിശേഷങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കണം.
എവിടെയും പ്രലോഭനങ്ങളുടെ ആധിക്യം തന്നെയാണ്. ഇവയിലൊന്നും പെട്ടുപോവാതെ തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഭഗവാനെ അവിടുന്ന് മുറുക്കി ഞങ്ങളെ പിടിക്കണം. അതാണ് ചിന്തിക്കുക. എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കണത്? ഇങ്ങനെ പറയാണ്, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം. നാവികൻ നീ. ഇവിടെ രണ്ട് കൽപ്പനകൾ ഒരേപോലെ ചെയ്യാം. ഒന്നാമത്തെ കൽപ്പന, നീ നാവികനാണ് ഈ ഭവാബ്ധിക്ക്. ഭവാബ്ധി, ഭവസമുദ്രം. ഭവം വീണ്ടും വീണ്ടും ഭവിക്കുക എന്നുള്ളതാണ് ഭവം. വീണ്ടും വീണ്ടും ജനിക്കുക, വിവിധ കർമ്മങ്ങളെ ചെയ്ത് കഴിയുക, ആ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സംസ്കാരങ്ങളെ സമാർജിക്കുക. ഏത് പ്രകാരത്തിൽപ്പെട്ട സംസ്കാരമാണോ സമാർജിതമായത് അതിനനുസരിച്ച് വാസനാജാലം വർദ്ധിക്കുക. ആ വാസനാജാലത്തിനനുസൃതമായി വീണ്ടും കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം, സംസ്കാരം, വാസന എന്നുള്ള രൂപത്തിൽ കർമ്മചക്രം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സ്ഥൂല ശരീരത്തിന് കാരണഭൂതമായ പ്രാരബ്ധം ക്ഷയിച്ചാൽ മരിക്കുക. പക്ഷേ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചിതമായ സംസ്കാരങ്ങളും വാസനകളും എങ്ങോട്ടും പോയിട്ടുമില്ല. അപ്പോഴോ അതിനനുസരിച്ച് വീണ്ടും ശരീരത്തെ സ്വീകരിക്കുക. ഇങ്ങനെ വീണ്ടും വീണ്ടും ദേഹസ്വീകരണം ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഭവം. ഭവതി ഇത് ഭവം. വീണ്ടും വീണ്ടും ഭവിക്കുന്നു. ഈ ഭവത്തെ, സംസാരത്തെ അബ്ധിയായിട്ട് കൽപ്പിച്ചു. അബ്ധി സമുദ്രം. എന്താ സമുദ്രത്തിന്റെ വിശേഷം? അഗാധമാണ്, അപാരമാണ്, തിരമാലകൾ നിറഞ്ഞതാണ്, ഒരുപാട് ജന്തുക്കൾ നിറഞ്ഞതാണ്. ഇതെല്ലാം ഈ സംസാരത്തിനോട് ഉപമിക്കാവുന്നതാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊരു സവിശേഷതയുണ്ടാകും. അങ്ങ് ചന്ദ്രന്റെ ഉപരിതലം വ്യക്തമായി കാണാൻ കഴിയുന്ന ദൂരദർശിനി കൊണ്ടുപോലും സമുദ്രത്തിന്റെ അറ്റം കാണാൻ കഴിയില്ല, ഭൂമി വർത്തുളമായതുകൊണ്ട്. പക്ഷേ നല്ലൊരു തോണിയും നല്ലൊരു തോണിക്കാരനുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഈ സമുദ്രത്തിന്റെ മറുകരയ്ക്ക് പോവാം. സമുദ്രത്തിന് മറുകരയുണ്ട്, അങ്ങോട്ട് പോവുകയും ചെയ്യാം, പക്ഷെ കാണില്ല. ഇതേപോലെയായി സംസാരത്തിന്റെ സ്വഭാവം. ശരിയായ ഗുരുനാഥനെ, ശാസ്ത്രത്തെ സമാശ്രയിച്ചാൽ നമുക്കിതിന്റെ മറുകരയ്ക്ക് എത്താം. എത്തിയവര് കൃതാർത്ഥതയോടെ പറഞ്ഞിട്ടുണ്ട്. അവരുപദേശിച്ചതൊന്നും അദൃഷ്ടങ്ങളായ പരലോകത്തിലെ എന്തെങ്കിലും വിഷയങ്ങളെ അല്ല, മറിച്ച് സ്വാനുഭൂതിയുടെ നിറവിൽ നിന്ന് അവർ സ്വയം ജീവിതത്തിൽ അനുഭവിച്ച ആശയങ്ങളെയാണ് ലോകത്തിന് ഉപദേശിച്ചത്. ശ്രദ്ധിക്കുക, ഇത് ഈ സംസാരത്തിന്റെയും സ്വഭാവമാണ്. ഗുരുവെ, ശാസ്ത്രത്തെ ആശ്രയിച്ച് ഇതിന്റെ മറുകരയിലേക്ക് എത്താം. അതുകൊണ്ട് ഇതെല്ലാ അർത്ഥത്തിൽ ചിന്തിച്ചാലും, അതിന്റെ ആഴവും തിരമാലയും പരപ്പും ഏത് വിഷയം ചിന്തിച്ചാലും ഈ സമുദ്രം എന്നുള്ളതിനോട് ഉപമിക്കുന്നു ആചാര്യന്മാര് ഭവത്തെ. ഭവാബ്ധി. ഈ ഭവാബ്ധിക്ക് നാവികൻ നീയാണ്. നാവികൻ, നൗ, ആർക്ക് അധീനമോ അവൻ നാവികൻ. തോണി ആരുടെ അധീനതയിലാണോ അവനാണ് നാവികൻ, തോണിയെ നിയന്ത്രിക്കുന്നവൻ. അപ്പൊ സമുദ്ര തരണത്തിനാണല്ലോ തോണി. ഈ മഹാസമുദ്രത്തെ, സംസാരമാകുന്ന മഹാസമുദ്രത്തെ മറുകരയിലേക്ക് നമ്മെ കടത്തിക്കുന്ന നാവികനാണ് നീ. അതുകൊണ്ടാണ് ദൈവമേ കാത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിച്ചത്. ഈ കൽപ്പനയോടൊപ്പം മറ്റൊരു കൽപ്പന കൂടി പറയാണ് ഗുരുദേവൻ. ഒരാവിവൻ തോണി നിൻപദം. ആവിവൻ തോണി, വൻ തോണി കപ്പല്, ആവിവൻ തോണി ആവിക്കപ്പല്. ഇനിയിപ്പോ ഇക്കാലത്ത് ഇപ്പൊ ആവിക്കപ്പൽ മാറ്റി ഡീസൽ കപ്പൽ എന്നൊക്കെ പറയണച്ച പറഞ്ഞോളൊരു വിരോധമില്ല. ഗുരുദേവനത് രചിക്കണ കാലത്ത് ആവിക്കപ്പൽ തന്നെ. വലിയൊരു ആവിക്കപ്പലാണ് നിന്റെ പദം. ഈ സമുദ്രത്തിന്റെ മറുകരയിലേക്ക് എത്തിക്കുന്ന ആവിക്കപ്പലാണ് നിന്റെ പദം. എന്താണ് ഇവിടെ പദം? പദം രണ്ടാവാം. ഒന്നുകിൽ നിന്റെ നാമം,
അല്ലെങ്കിൽ നിന്റെ പാദം. പാദവും പദമാണ്, നാമവും പദമാണ്. നമ്മുടെ ഗുരുദേവൻ എന്താ ഉദ്ദേശിച്ചത്? രണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നിന്റെ നാമം, ഭഗവത് നാമം, ഈശ്വരനാമം. ഈശ്വരനാമം സംസാര സമുദ്രത്തിന്റെ മറുകരയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്, സംശയമില്ല. അതുകൊണ്ട് ആചാര്യന്മാരെല്ലാവരും തന്നെ ഏകസ്വരത്തിൽ ജപത്തിന്റെ, നാമത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ഗീതാകാരൻ തന്നെ യജ്ഞാനാൻ ജപയജ്ഞോസ്മി എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുക. യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടതമമായ ജപയജ്ഞം ഞാനാകുന്നു എന്ന്. നാമമഹിമയാണത്. നാമത്തിൽ നാമി അന്തർഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. എന്താകുന്നു ഈ നാമം എന്ന് ചിന്തിക്കുന്ന സമയത്ത് തസ്യ വാചക പ്രണവ തുടങ്ങിയ പതഞ്ജലിയുടെ വാക്യങ്ങൾ, അല്ലെങ്കിൽ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ തുടങ്ങിയ ഗീതാവാക്യങ്ങൾ, ഉപനിഷത് വാക്യങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാം. ഈ ഓങ്കാരമാകുന്ന നാമം അത് ആകുന്നു നിന്റെ സ്വരൂപം. അത് ഈ സംസാരത്തിന്റെ മറുകരയിലേക്ക് നമ്മളെ കടത്തുന്നതാണ്. അങ്ങനെയുള്ള കപ്പലാണ് നിന്റെ പദം, നിന്റെ നാമം, അല്ലെങ്കിൽ നിന്റെ പാദം. ഭഗവത് പാദത്തെ സമാശ്രയിച്ചാൽ ഈ സംസാരത്തിന്റെ മറുകരയിലേക്ക് കടക്കാം. ചിന്തിക്കുക. ഒരിക്കല് ഒരു മഹാത്മാവിനോട് തർക്കപടുവായ ഒരാൾ പറഞ്ഞു, ഞാൻ ആരുടെയും കാല് പിടിക്കാറില്ല. ഒരാവശ്യമില്ലാണ്ട് പറഞ്ഞത്. ഞാൻ ആരുടെയും കാല് പിടിക്കാറില്ല. അദ്ദേഹം ചോദിച്ചു, ഈ മഹാത്മാവ് ചോദിച്ചു, അങ്ങിപ്പോ വളരെ വേഗത്താണല്ലോ വന്നത്, അതും 6 കിലോമീറ്റർ ദൂരെ നിന്ന് നടന്നിട്ട് നട്ടുച്ചയ്ക്ക്. വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ വെയിൽ കൊണ്ടിട്ട്. ഇല്ല, ഞാൻ വെയിലൊന്നും അങ്ങനെ കൊണ്ടിട്ടില്ല. അതെന്താവോ? ഞാൻ കുട ചൂടിയിരുന്നു. കുടയുടെ എവിടെയാണ് പിടിച്ചത്? കുടയുടെ കാലാ പിടിച്ചത്. അപ്പൊ ജീവനില്ലാത്ത ഈ കാലിന് ഈ വെയിലിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചില കാലൊക്കെ പിടിച്ചാൽ സംസാരമാകുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാം. തർക്കിക്കാൻ പോയ ആൾക്ക് തർക്കം വേണ്ടെന്നായി. ഇതൊരു കഥയല്ല, ഇതും ഒരു സംഭവം തന്നെ. ഈ ജീവനില്ലാത്തൊരു കഷ്ണം കാല് പിടിച്ചപ്പോ ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ ചില കാലൊക്കെ പിടിച്ചാൽ സംസാരമാകുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നിന്റെ കാല് ഈ സംസാരത്തിന്റെ മറുകരയിലേക്ക് നയിക്കുന്ന വലിയൊരു കപ്പലാണ്. എത്ര സുന്ദരമായൊരു ഒരു ഭാവമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ തരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സൂക്ഷ്മമായി ചിന്തിച്ചോളണം. സൂചനകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സൂചനകളെ ഇന്ന് പോയിട്ട് വിചാരം ചെയ്യാം. ശ്രദ്ധിക്കുക. സൂചനകളെ വിചാരം ചെയ്താൽ ഒരുപാട് ശാസ്ത്ര മേഖലകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ശ്ലോകം ഒന്നും കൂടി ഓർമ്മിക്കുക. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കോ രാവിവൻ തോണി നിൻപദം. രണ്ടാമത്തെ ശ്ലോകം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. ഇതും പ്രാർത്ഥനയാണ്. ഈ രണ്ടാം ശ്ലോകവും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് നമുക്ക് പ്രാർത്ഥനീയമായിട്ടുള്ളത്? പറയാണ്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയാൽ. നമ്മള് ഈ സംസാരത്തെ, സംസാര ക്ലേശങ്ങളെ ഒക്കെ വിസ്തരിക്കാൻ പോയി കഴിഞ്ഞാൽ അറ്റുണ്ടാവില്ല. ചുരുക്കി പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ദേശകാലങ്ങളായിട്ട് ചുരുക്കാം. ദേശം, കാലം, അല്ലെങ്കിൽ നാമം, രൂപം, ഇങ്ങനെയൊക്കെ അത് ചുരുക്കാം. ഇവയാൽ ബദ്ധരായിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണി എണ്ണി കഴിയുക. ഇന്ന് ഞാൻ ഇത് ചെയ്തു,
നാളെ ഞാൻ അത് ചെയ്യും, മറ്റന്നാൾ ഇപ്പം അത് ചെയ്യും, ഇന്ന് ഞാൻ ഇന്ന് ചെയ്തു, ഇന്നടുത്തേക്ക് പോയി, നാളെ അത് ചെയ്യും, നാളെ അങ്ങോട്ട് പോകും, ഇന്നത് എനിക്ക് ഇന്ന് ചെയ്തു, നാളെ കർത്തവ്യം അതുണ്ട്. ഇനി നമ്മളാൽ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തെ, ഓരോ വസ്തുവേയും, ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകത്തെയും സത്യമെന്ന് കണക്കാക്കി നമ്മൾ എണ്ണിക്കൊണ്ടേ പോവുകയാണ്. നിരന്തരം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ കാണുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ സത്യമായി തന്നെയാണ് പ്രഭാസിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് നമ്മൾ മാനിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് മാനിക്കുന്ന നമ്മൾ നിരന്തരം എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ എണ്ണൽ തീരുന്നില്ല. പല മേഖലകളിൽ പലര് പലതായിരിക്കാം എണ്ണുന്നത്, പക്ഷെ എണ്ണിക്കൊണ്ടേ പോവുകയാണല്ലോ. ചിന്തിക്കുക. എപ്പോഴും എണ്ണലുകള് വൈവിധ്യമുള്ളതാണ്. അനേകത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ എണ്ണലുകൾ വരുന്നത്. ഏകമാണ് സത്യം എന്നുള്ള തലത്തിൽ എണ്ണലുകളില്ല. അവിടെ എണ്ണുന്നവനും എണ്ണപ്പെടുന്നതും എന്ന ഭേദമില്ല. എന്നാൽ അനേകത്തിന്റെ വൈവിധ്യത്തിന്റെ ലോകത്തിൽ എണ്ണല് നിരന്തരമുണ്ട്. ഈ എണ്ണലിന്റെ മേഖലകളിൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വിഭിന്നമാണ്. എല്ലാം ഭിന്നമാണ്. ഭിന്നമാണെന്ന് നമ്മൾ എല്ലാത്തിനെയും കാണും. ദേവതയെ അന്വേഷിച്ച ദേവതയിലും ഭിന്നത കാണും. വിഷ്ണു എന്ന് വേറെ, ശിവൻ എന്ന് വേറെ, ബ്രഹ്മാവ് എന്ന് വേറെ, ദേവി എന്ന് വേറെ, ശക്തി എന്ന് വേറെ, ഗണപതി എന്ന് വേറെ, സുബ്രഹ്മണ്യൻ എന്ന് വേറെ, ഇങ്ങനെ ദൈവങ്ങളുടെ ഒരു പട്ടിക നമുക്കുണ്ട്. ഇനി മനുഷ്യന്മാരെ കൂട്ടിയാൽ അവിടെയും നമ്മൾ എണ്ണായി, മറ്റു ജന്തുക്കളെ കൂട്ടിയാൽ അവിടെയും എണ്ണായി, ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കൂട്ടി അവിടെയും നമ്മൾ എണ്ണായി. എപ്പെട്ട വൈവിധ്യം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എണ്ണിക്കൊണ്ടേ പോകും. ഇതാണ് ഈ സംസാരത്തിന്റെ സ്വഭാവം. എന്നാൽ വിവേകത്തോടുകൂടി ശാസ്ത്രത്തിലേക്ക്, ഗുരുപദേശത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, ഒന്നും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ വേദാന്ത വിചാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ വൈവിധ്യഭാവങ്ങളെല്ലാം കേവലം പ്രാതിഭാസികമാണെന്നും അഥവാ കേവലം വ്യാവഹാരികമാണെന്നും പരമാർത്ഥത്തിൽ ഈ ഭേദങ്ങൾ ഒന്നുമില്ലെന്നും വിചാരത്തിലൂടെ, ഉപദേശ ശ്രവണത്തിലൂടെ, നിരന്തര മനനത്തിലൂടെ പോരാ, അത് നൽകുന്ന ഏകാഗ്രതയുടെ പാരമ്യത്തിൽ നിധിധ്യാസത്തിലൂടെ സാക്ഷാത്കരിക്കുകയാണ്. യഥാ സൗമ്യ ഏകേന മൃത്പിണ്ഡേന സർവം മൃണ്മയം വിജ്ഞാതം സ്യാത് വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം. എത്ര ലളിതമായിട്ടാണ് ഋഷി ഉപദേശിച്ചിരുന്നത്. അല്ലയോ സൗമ്യ, അല്ലയോ പ്രിയദർശന, നീ ശ്രദ്ധിക്കൂ. മൃണ്മയമായത് എന്തൊക്കെ ഉണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം, മണ്ണുകൊണ്ടുണ്ടാക്കിയ പൂജ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ചട്ടി, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം, ഇതൊക്കെ വെവ്വേറെയാണ്. ഇവയുടെ പ്രയത്നങ്ങളും വെവ്വേറെയാണ്. ഒരു പൂജയിൽ നമുക്ക് അരിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചുണ്ടാക്കാനൊന്നും വയ്യ. അത് കലത്തിൽ നമ്മൾ ചെയ്യും. കലത്തിൽ ചെടി കുഴിച്ചിട്ട് വളർത്താൻ വയ്യ, അത് വേറെ ചട്ടിയിൽ ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങൾ, വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ, വ്യത്യസ്തങ്ങളായ ഭാവങ്ങളും നാമങ്ങളും, ഇതാണ് മൃണ്മയത്തിനൊക്കെ ഉള്ളത്. പക്ഷേ ഹേ സൗമ്യ, ഈ മൃണ്മയം ഉണ്ടല്ലോ, വൈവിധ്യപൂർണമായത്, ഇതെല്ലാം ഒരു മൃത്തല്ലേ, ഒരു മണ്ണല്ലേ? അപ്പോ ഈ മൃത്താണ് മണ്ണാണിതെന്നുള്ള ബോധത്തിൽ ഈ വൈവിധ്യം ഇല്ലാതായി. വൈവിധ്യം കേവലം ദർശനത്തിൽ മാത്രമേയുള്ളൂ എന്നവിടെ ഉറച്ചു മനസ്സിലാക്കി. വൈവിധ്യമില്ലെന്നല്ല പറഞ്ഞത്, വൈവിധ്യം വ്യാവഹാരികമാണ്, വൈവിധ്യം പാരമാർത്ഥികമല്ല. ഇതേപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ ഋഷി ഉപദേശിച്ചു. യഥാ സൗമ്യ ഏകേന നഖ നികൃന്ദനേന സർവം കാർഷ്ണായ സംവിജ്ഞാതം സ്യാത്. അല്ലേ സൗമ്യ, ഒരു നെയിൽ കട്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ നെയിൽ കട്ടറും ഇരുമ്പ് തന്നെയെന്ന് മനസ്സിലായി. നഖനികൃന്ദന നെയിൽ കട്ടറാണ്. ഉപനിഷത്ത് കാലത്ത്
ദൃഷ്ടാന്തമായിട്ട് നെയിൽ കട്ടർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത്രയ്ക്കധികം അത് പ്രസിദ്ധമായിരുന്നു എന്നർത്ഥം. പ്രസിദ്ധമായതിന്റെ ദൃഷ്ടാന്തമല്ലേ പറയുള്ളൂ, അപ്രസിദ്ധമായതിന്റെ ദൃഷ്ടാന്തം പറയില്ലല്ലോ. ഏകേന സുവർണേന സർവം സുവർണം വിജ്ഞാതം സ്യാത്. സുവർണമായിരിക്കുന്ന ഒന്നിനെ അറിഞ്ഞാൽ സകല സുവർണത്തെയും അറിഞ്ഞു. ഈ വൈവിധ്യങ്ങളൊക്കെ കേവലം വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം സുവർണമിത്യവ സത്യം കാർഷ്ണായസമിത്യവ സത്യം എന്നൊക്കെ ആചാര്യൻ ആവർത്തിച്ച് പറയും. ഈ കാണാകുന്ന നാമരൂപ ഭാവങ്ങളിലെ വൈവിധ്യമുള്ളൂ. പാരമാർത്ഥികമായി സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ഈ ഏകവും അദ്വിതീയവുമായ സത്യത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ ലോകത്തിൽ ഈ നിമിഷം വരെ നമ്മൾ കൽപ്പിച്ചിരുന്ന വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും താനെ അപ്രസക്തമായി ഇല്ലാതെ കൊഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. നീയെന്നും ഞാനെന്നും, ദൈവമെന്നും ജീവനെന്നും, ഈശ്വരനെന്നും ജീവനെന്നും ജഗത്തെന്നും എന്ന് വേണ്ട എന്തെല്ലാം ഭിന്നതകളെ നമ്മൾ കൽപ്പിച്ചുവോ ആ ഭിന്നതകളൊക്കെ അർത്ഥശൂന്യമെന്ന് ബോധിക്കുകയാണ്. അപ്പോ ഈ നിമിഷം വരെ ഒന്നൊന്നായി ഭിന്നമായി തൊട്ട് എണ്ണിയതിൽ ഒരു പൊരുളുമില്ല എന്ന് മനസ്സിലായി. അതൊന്ന് വേറെ, ഇതൊന്ന് വേറെ, നീയൊന്ന് വേറെ, ഞാനൊന്ന് വേറെ, ഈശ്വരനൊന്ന് വേറെ, ജീവനൊന്ന് വേറെ, ഇങ്ങനെ എല്ലാത്തിലും ഭിന്നതയാർന്ന് എണ്ണിയതിൽ ഒരു അർത്ഥവും ഇല്ല എന്ന് മനസ്സിലായി. അപ്പോഴോ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ, അതിൽ യാതൊരു പൊരുളും ഇല്ല എന്ന് സാക്ഷാത്കരിക്കപ്പെട്ടാൽ, ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. വൈവിധ്യം സത്യമെന്ന് കണക്കാക്കുന്ന കാലത്തോളം ദൃക് സ്വരൂപത്തിൽ ഇരിക്കില്ല. നമ്മൾ ദൃശ്യങ്ങളുടെ പിന്നാലെയാ പോണത്. ദൃശ്യവും ദൃക്കും ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളാണുള്ളത്. ഞാൻ ദൃക്ക്, ഞാൻ ദ്രഷ്ടാവ്. എന്നാൽ കാണപ്പെടുന്ന ദൃശ്യം പലത്. ദൃശ്യം എന്താന്ന് ചോദിച്ചാൽ അനന്തമാണ്. ഇവിടെ ഇപ്പൊ ഈ ഹാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാർ, ഈ കസേരകൾ, ഈ ഫാനുകൾ, ഈ മട്ടിപ്പം, ഇത് പലതും പറയാം. ഇനി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എണ്ണി പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. ദൃശ്യം പലതാണ്, അനന്തമാണ്. ഈ അനന്തമായ ദൃശ്യപ്രപഞ്ചത്തെ കാണുന്ന ഞാൻ ദൃക്ക്, ദ്രഷ്ടാവ് ഏകനാണ്. ഈ ദ്രഷ്ടാവാകുന്ന ഞാൻ എന്നിൽ സ്വരൂപപ്രതിഷ്ഠിതനാവാതെ പല ദൃശ്യങ്ങളോട് സാരൂപ്യം പ്രാപിച്ചലഞ്ഞത് ഇതൊക്കെ സത്യമെന്ന് കണക്കാക്കിയിട്ടാണ്. എന്നാൽ ഈ വൈവിധ്യത്തിൽ അർത്ഥമില്ല, ഏകമാണ്, അദ്വിതീയമാണ് സത്യം എന്നുള്ള അദ്വൈത സാക്ഷാത്കാരത്തിൽ ഈ ദൃക് സ്വരൂപം നിന്നിടും. പിന്നെ ദൃശ്യത്തിന്റെ പിന്നാലെ നെട്ടോട്ടോടുന്നില്ല. ഉപനിഷത്തിലൊരു ചോദ്യമുണ്ട്, ഒരു ചെറിയ മന്ത്രമാണ് ബൃഹദാരണ്യക ഉപനിഷത്തില്. ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാൻ 300 ചില്ലുവാൻ ശ്ലോകങ്ങൾ ഉപയോഗിച്ചു വിദ്യാരണ്യ സ്വാമികൾ. മന്ത്രം ഇതാണ്: ആത്മാനം ചെയ്ത് വിചാരീയാത് അയമസ്മീതി പൂരുഷ കിമിച്ഛൻ കസ്യ കാമായ ശരീരം അനുസഞ്ചുരേത്. ഒരാൾ ഈ ആത്മതത്വം ഇതാണ് പരമമായ സത്യം എന്ന് സാക്ഷാത്കരിച്ചു എന്ന് വിചാരിക്കുക. അവൻ എന്തിനെ ആഗ്രഹിച്ച്, എന്ത് കാമത്തിനായിക്കൊണ്ട് ശരീരത്തിന് പിന്നാലെ വെറി പിടിച്ച് ഓടുന്ന ചോദിക്കണം. ഈ ശരീരത്തിന് പിന്നാലെ വെറി പിടിച്ച് നമ്മളിങ്ങനെ ഓടുകയാണ്. ഒരാൾക്ക് പോലും സ്വസ്ഥത ഇല്ലാത്ത ഓട്ടാണ്. 3 വയസ്സുള്ള കുട്ടിയടക്കം പറയുന്നു ടെൻഷനാണെന്ന്. പിന്നെയല്ലേ ഒരു ശാന്തി, ഒരു സമാധാനം ഇല്ല. എന്തിനാണ് ഈ ഓട്ടം ഓടുന്നത് അതറിയേയില്ല. എല്ലാവരും ഓടുന്നുണ്ട്, ഞാനും ഓടുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഓട്ടമാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ പറയാണ്, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ച ഒരു മഹാനെങ്കിൽ പിന്നെ എന്ത് കാമത്തിന്, എന്തിന്റെ പിന്നാലെ നട്ടോട്ടോടുന്നു? അയാൾ സ്വരൂപ പ്രതിഷ്ഠനായി, ശാന്തനായി, തന്നിൽ താനായി സ്വസ്ഥനാകുന്നു. നിന്നിടും ദൃക്ക്. ആ ദൃക്ക് പോൽ അങ്ങനെയുള്ള ആ അവസ്ഥയിലെ ഒരു വിദ്വാന്റെ, വിജ്ഞാനിയുടെ സ്വരൂപപ്രതിഷ്ഠമായ അന്ധക്കരണം പോലെ ഉള്ളം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയുടെ സംഘാതമായിരിക്കുന്ന എന്റെ അന്ധക്കരണം, ഉള്ളം, അന്ധക്കരണം നിന്നിൽ, അല്ലയോ ഭഗവാനെ, ദൈവമേ, നിന്നിൽ അസ്പന്ദമാകണം, സ്പന്ദനരഹിതമായി തീരണം, ചഞ്ചലമല്ലാത്ത ഭാവത്തിൽ നിലകൊള്ളണം. പതഞ്ജലി മഹർഷി എന്താണ് യോഗം എന്ന് നിർവചിക്കും ചെറിയൊരു സൂത്രം കൊണ്ട്. യോഗം ചിത്തവൃത്തി നിരോധമാണ്. ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പറഞ്ഞ ഉടനെ മഹർഷി പറയാണ്,
തഥാ ദ്രഷ്ടുസ്വരൂപേ അവസ്ഥാനം. ആ സ്ഥിതിയിൽ ദ്രഷ്ടാവിന്റെ, കാണുന്നവന്റെ സ്വരൂപത്തിലാണ് അന്ധകരണം നിലകൊള്ളുന്നത്, വൃത്തികൾ നിലകൊള്ളുന്നത്. അതുവരെ പലതിന്റെ പിന്നാലെ നട്ടോട്ടോടുക. എന്നാൽ എപ്പോഴാണ് വൃത്തികൾ സമ്പൂർണമായി നിയന്ത്രിതമാകുന്നത്, നിയമിതമാകുന്നത്, അപ്പൊ താൻ തന്നിലാണ് ഇരിക്കുന്നത്.